എന്തൊക്കെ മുത്തുമണികളെ എല്ലാവരും വിഷയം സുഖമല്ലേ? അപ്പോൾ നമുക്കും തന്നെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഒരു സംഭവം ഉണ്ടായിട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന സംഭവമാണ് തോന്നുന്നല്ലേ ഇത്. ഏതായാലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും, കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ. ഇവരെ നെടുന്തോണ്ടെന്ന് പറയുന്നത് ഞാനാട്ടോ. കാരണം എനിക്ക് എൻ്റേതായ കാര്യങ്ങൾക്ക് ഇതായില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ പറഞ്ഞ് സെറ്റാക്കാൻ ഞാൻ വലിയ മിടുക്കത്തെയാട്ടോ. സംഭവം എന്താണെന്നോ, ഇന്നൊരു ഡിഫറെൻ്റ് വെച്ചിട്ട് തന്നെ ആളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 വർഷം 9 വർഷമൊക്കെ ആയിട്ടോ. എൻ്റെ അതേ വീട്ടിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞതൊക്കെ. കുറേ ആളുകളുണ്ട് 10 വർഷം കഴിഞ്ഞവരും 11 വർഷം കഴിഞ്ഞവരൊക്കെ ഉണ്ട് ഫ്രണ്ട്സുകളിൽ കേട്ടോ. അങ്ങനെ അവൾ ഇന്ന് വിളിച്ചിട്ട് പറയാം, എടീ എനിക്ക് പ്രസവശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ, ദേഷ്യം വരവ് കൂടുതലൊക്കെ കണ്ടു വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വരൽ കൂടുതലുണ്ട്, അത് സ്വാഭാവികമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെയാണ്. എന്താണ് മക്കളോടൊക്കെ ദേഷ്യം ഉണ്ടാവും, ചില സമയത്തൊക്കെ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ഓള് പറഞ്ഞു, എനിക്കുള്ള ദേഷ്യം തന്നെയെന്നോ, എൻ്റെ മക്കളെ എനിക്ക് വേറുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരിക എന്നാണ് കേട്ടോളും. അപ്പം ദേഷ്യം ഒരു മിനിറ്റ് ഉണ്ടാവും, ഞാൻ നെറ്റ് ഓണാണ്, അതൊന്ന് ഓഫാക്കിയട്ടെ. അതിൽ അപ്പോൾ ചോദിച്ചാൽ എന്താണ് വേറുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം. എൻ്റെ മക്കളെ ഞാൻ എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്ന ആളായതുകൊണ്ട് തന്നെ അവൾ പറയാം, മക്കളെ വേറുള്ളവരിങ്ങനെ അവളെ അമ്മായിയമ്മനായിട്ട് വലിയ രസത്തിലൊന്നുമില്ല. അപ്പം എല്ലാവരും വീട്ടിലുള്ള പ്രശ്നമല്ലേ, അപ്പം അത് മൈൻഡാക്കേണ്ട. ഞാനിപ്പോൾ പറയുന്ന കാര്യമാണ്, ഞാൻ തന്നെ മൈൻഡാക്കാതെ പ്രശ്നത്തെ തരണം ചെയ്ത് നമ്മൾ പോവാന്നുള്ളതല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, എവിടെയും ഇങ്ങനെയുള്ള സംഭവമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ സ്ക്രീനൊരു ഇതില്ലാതെ നിൽക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുതലാണ്. എന്തിനാ ദേഷ്യം? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വെക്കുന്ന സമയത്ത് ഇനി മക്കൾ എന്തെങ്കിലും കാട്ടി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങി അവിടുത്തെ അമ്മ ഓരോ വർത്താനം പറയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നിട്ട് അതിനോടുള്ള ദേഷ്യം ഞാൻ എൻ്റെ കുട്ടികളെ മെത്തി തീർക്കും. കുട്ടികളെ മെത്തി തീർക്കുക അപ്പം പറയാം, വേറുള്ളവരുള്ള ദേഷ്യം നമ്മളെ മക്കളെ മെത്തി തീർക്കുക. അങ്ങനെ ഒരിക്കലും ചിന്തിക്കണം. ഇനിയിപ്പോൾ വേറുള്ളവർ ഇനിയിപ്പോൾ എന്തെന്നെ പറഞ്ഞാൽ വന്നോട്ടെ, നമ്മൾ ഒരിക്കലും ആ ഒരു ദേഷ്യം നമ്മളെ മക്കളെ മെത്തി തീർക്കണ്ട കേട്ടോ. ഓണേനെ കാരണം ഉണ്ടാവുമായിരിക്കില്ലേ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, ചെയ്യരുതെന്നൊരു 4-5 വട്ടം പാവനോട് ചാനോടൊക്കെ പറയുമ്പോഴാണ്. പിന്നെ ഓരൊക്കെ എന്താണ് തല്ലി ലെവലാക്കാൻ പറ്റിയ പ്രായമല്ലല്ലോ എൻ്റെ മക്കളൊക്കെ. തന്നെ ചെറുതാണ്, ഒരാൾക്ക് 4 വയസ്സ് ഒരാൾക്ക് 3 വയസ്സ്. ആ സെയിം തന്നെയാണ് ഇവൾക്ക് ഉള്ളത്. പക്ഷെ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്ന വെച്ചിട്ടുള്ളൂ. കരയുന്നതാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നൊക്കെ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ പല ആളുകൾക്കും അറിയാമല്ലോ, പല മൈൻഡും നമ്മളൊക്കെ അമ്മമാരാകുമ്പോൾ അനുഭവിച്ച് വരുന്നതാണ്. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. കാരണം അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു സംഭവം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറയ്ക്ക് നോക്കിയിട്ട് സംസാരിക്കണം. അപ്പോഴേ നമ്മളൊരു ഇതുള്ള പറയാം. അപ്പം ഞാൻ പറയാം, ഇതൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഒരു സംഭവം. അപ്പം ഞാൻ പറയാം, ഇങ്ങനെയല്ലേ എന്തെങ്കിലും ദേഷ്യത്തിന് നമ്മളെ കുട്ടികളെ മേത്ത് ആരാനോടുള്ള ദേഷ്യത്തിന്, ഇപ്പം അമ്മായിയായാലും അമ്മച്ചനായാലും ഭർത്താവായാലും ഒക്കെ. ഞാൻ ഇന്നാൾ ഒരു വീഡിയോ പറയാൻ വേണ്ടി കേട്ടോ, ഭർത്താവിനോടുള്ള ദേഷ്യം മക്കളെ മേത്ത് തീർക്കുക ഒരമ്മ. കാരണം കെട്ടുകൊണ്ടേയിരിക്കും ഒരു. പക്ഷെ അവൾ പറയുക, എൻ്റെ മക്കൾ തമ്മിൽ കഴിഞ്ഞാലാണ് സങ്കടം പറഞ്ഞിട്ട് ഒറ്റ കരച്ചിന്. എന്തുണ്ടെങ്കിലും നമ്മളെ ഫ്രണ്ട്സാണ്, നമുക്കുണ്ടല്ലോ നമ്മളത് ഒരു ആശ്വാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഭാവം വിളിച്ചത്. അപ്പോൾ പറയാൻ എൻ്റെ കുട്ടികളെ ഞാൻ അടിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് സങ്കടം വരും, എന്തിനാ എൻ്റെ കുട്ടികളെ തല്ലിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതിന് മുന്നേ ഒരു 10 വട്ടം 10 വരെ എണ്ണ. ഞാൻ പറഞ്ഞോളൂടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു 10 എണ്ണ 1 2 3 4 5 6 7 8 9 10 എന്നുള്ളൊരു മൈൻഡിലേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെ ആ ദേഷ്യം അങ്ങോട്ട് പോയിക്കോളും. കൂട്ടുകാരെ ഫ്രണ്ട്സെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളി കേട്ടോ. ചിലപ്പോൾ അത് വലിയ തൈറോയിഡിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി അഥവാ കുട്ടികൾ എന്തെങ്കിലും കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ നിന്ന് ഇപ്പം അമ്മായിമായാലും ആരായാലും എന്ത് കുഞ്ഞന്മാരായാലും ഇപ്പം എല്ലാ വീട്ടിലും ഞാൻ പറയും, എന്തിനായി വനിതാ കമ്മീഷന്മാരൊക്കെ നടക്കണല്ലേ, പല ക്രൂരത പീഡനങ്ങളും
സ്കൂളിലെ സംഭവങ്ങളൊക്കെ എത്രയോ സ്ഥലങ്ങളിലുണ്ടായിരിക്കും. അതിപ്പോൾ നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. നമ്മൾ മരുമക്കളെന്നില്ല ആരെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അവരെ ഇതിലെല്ലാം വന്നത് കല്യാണം കഴിച്ച് കൊണ്ടുപോയി അപ്പോൾ നോക്കാനുള്ള കഴിവ് അവർക്ക് വേണം, അത്ര വിചാരിച്ചാൽ മതി. അല്ലാതെ വേറുള്ളൊരു പ്രശ്നത്തിനും അതും ഇതുമൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പം എന്താണ് നമ്മൾക്കറിയില്ലല്ലോ അവൾ ഫാമിലിയിലെ പ്രശ്നം എന്താണെന്നുള്ളൊരിത്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഈ ഇപ്പോൾ ആരോടും ദേഷ്യത്തിന് അതങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കൂടി അതൊരു ചൊറിയത്തിയാണ്. വളരെയോട് എനിക്ക് ആ വീട് എൻ്റെ വീടാണെന്ന് തന്നെ തോന്നൂല. എൻ്റെ കല്യാണം കഴിച്ച വീട് എൻ്റെ വീട്ടിലാണ് സമാധാനം പറയുള്ളൂ. അപ്പം അങ്ങനെ വിചാരിക്കാൻ എനിക്ക് എൻ്റെ വീടാട്ടോ ഇഷ്ടം വേറെ കാര്യം. അപ്പോൾ അതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ. ഞാൻ ദൈവമേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ. ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതിന് തന്നെ നല്ലത് ചിന്തിച്ച് നല്ല മുന്നോട്ട് പോയിട്ട് നിൽക്കുക. എനിക്ക് എൻ്റെ ആരോടായാലും എനിക്കൊരു കാര്യം പറഞ്ഞതാണ്, നമ്മൾ വേറെ ആരോടുള്ള ദേഷ്യം ഒരിക്കലും നമ്മളെ മക്കളെ മേത്ത് അങ്ങോട്ട് തീർക്കാതിരിക്കുക. നല്ല സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഇനിയിപ്പോൾ ഓരെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശിക്ഷിച്ചോട്ടെ എന്നുള്ള അവകാശം അവർക്കുണ്ട്. ഇനിയിപ്പം ഭർത്താവിൻ്റെ അമ്മയിലും അവരുടെ പേരക്കുട്ടിയാണ്, ശിക്ഷിക്കേണ്ട കാര്യത്തിൽ ശിക്ഷിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ നമ്മളോട് അതിങ്ങനെ എൻ്റെ കുട്ടികൾ ഇങ്ങനെ കാട്ടി, എൻ്റെ കുട്ടികൾ അങ്ങനെ കാട്ടി, അവിടെ ഇങ്ങനെ കാട്ടി എന്നുള്ളതൊന്നും ആരും പറയാനുള്ള അവസരം കൊടുക്കാതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്കതിന് പറയാം എന്നുള്ളത് മൈൻഡ് നമ്മൾക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അവനവൻ്റെ ജോലി തന്നെയല്ലേ, പറഞ്ഞൂടെ, നന്നാക്കേണ്ട കടമ പ്രായം ചെന്നവർക്കല്ലേ. പിന്നെ പ്രായം ചെന്ന് വിചാരിക്കും ഒരു കുട്ടീനെ തല്ലി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവോ, ചീത്ത പറഞ്ഞാൽ അതൊരു പ്രശ്നമാവോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ പ്രായത്തിനൊക്കെ മാനിച്ച് നല്ല സന്തോഷമായിട്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തവരോട്. പിന്നെ നമ്മളെ വേറെ എന്തിനോടുള്ള ദേഷ്യത്തിന് നമ്മളെ മക്കളെ മേത്ത് നമ്മളാരും ദേഷ്യം ഒന്നും പ്രകടിപ്പിക്കാതെ ഇരിക്കുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കൂട്ടാൻ. അപ്പോൾ ഇന്ന് വ്ളോഗായിട്ടുള്ളതൊന്നും എടുക്കാൻ ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞതാണ്. അപ്പം ഞാനെന്താ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോട് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് അതാണ്ടല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണിച്ച് നമ്മൾ വിറ്റാമിൻ D3 കുറവൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാമത്തും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ സന്തോഷം ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോ കൊണ്ട് തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ ആക്കാൻ കേട്ടോ. ഇനി നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക് എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നവർ സപ്പോർട്ടാക്കുക. ഇനി എന്തെങ്കിലും ടോപ്പിക് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, വിളിക്കറിയിക്കുക. നമ്മൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ വിഷയം പറയുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം തമ്പുരും.